ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് പത്തനംതിട്ട KSRTC ടെർമിനലിൽ ഒരു പരിശോധന നടത്തുകയുണ്ടായി. അദ്ദേഹം ഈ KSRTC ടെർമിനലിലെ എല്ലാ ഭാഗങ്ങളും വിശദമായി നോക്കി കണ്ടു. ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. ഈ കോമ്പൗണ്ട് താന്ന് കിടക്കുകയാണ്. ഈ കോമ്പൗണ്ടിൽ വരുന്ന എല്ലാ വെള്ളവും ഇതിനകത്ത് തന്നെ കെട്ടിക്കിടക്കുന്നുണ്ട്. ധാരാളം സ്പെയർ പാർട്സ് നശിക്കുന്നു. പിന്നെ വർക്ക്ഷോപ്പിൽ ശരിയായ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം പുറത്ത് കളയാനുള്ള ഒരു നടപടിയായിരിക്കും ആദ്യം നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇതിന് നമ്പർ ഇട്ട് തന്നിട്ടില്ല. അപ്പോൾ അതിനവർ പറയുന്ന ന്യായം ഒരു STPയുടെ കാര്യമാണ്. അത് പണിതുകൊണ്ടുന്ന കോൺട്രാക്ടർ മരിച്ചു പോയതുകൊണ്ടാണ്. ഉടനെ അത് പരിഹരിക്കും. ബസ് സ്റ്റേഷനിൽ കട വാടക എടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ, ലക്ഷമല്ല കോടിക്കണക്കിന് രൂപ 6-7 വർഷം മുമ്പോട്ട് പല ആളുകളും KSRTC നൽകിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗ്യാരേജിൽ ഉൾപ്പെടെ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ജോലിക്കാർ വെള്ളത്തിൽ മലിനജലത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. മലിനജലവും ദുർഗന്ധമാണ്. അനാവശ്യമായ ചില ഓടകളെ കൂടെ ചെയ്തു. ഈ ഓടയിൽ കൂടുന്ന വെള്ളം എവിടുന്ന് വരുന്നെന്നോ ഏത് വെള്ളമാണെന്നോ ആർക്കും അറിയില്ല. നമുക്ക് തന്നെ അറിയാം, ഇവിടെ നിൽക്കുമ്പോൾ ദുർഗന്ധമാണ്. അത് ഉടനെ അവസാനിപ്പിക്കും. ഓട മൂടിക്കളയണമെങ്കിൽ മൂടിക്കളയും. അതൊന്നും പ്രശ്നം. ഏതായാലും ഉടനെ അത് ഒരു പരിഹാരം കാണും. ഒരു മാസത്തിനുള്ളിൽ ഇതിനൊരു കുറേ കാര്യങ്ങൾ അതിന് പരിഹരിക്കാൻ ശ്രമിക്കും. പിന്നെ ഇവിടെ ഒരു കാനോപ്പി വേണം എന്ന ഒരു ആവശ്യമുണ്ട്. അത് MLA ശ്രീമതി വീണ ജോർജ് മന്ത്രി അത് പണം അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെ ചൊവ്വാഴ്ചത്തേക്ക് ഇവിടുത്തെ PWD എഞ്ചിനീയർമാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ഇല്ല എന്നാണോ അങ്ങേക്ക് കണ്ടപ്പോൾ ബോധ്യമായത്? വെള്ളം പോകാൻ വഴി വേണമല്ലോ. പത്തനംതിട്ടയിൽ വെള്ളപ്പൊക്കം പെട്ടെന്ന് വരുന്നത് നമ്മൾ ഈ വയലെല്ലാം നികത്തി ഓടയെല്ലാം അടച്ചു. റോഡൊക്കെ നല്ലതാണ്. പക്ഷേ ആ റോഡുണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിന് പോകാനുള്ള വഴികൾ തടഞ്ഞു വെച്ചതാണ് നമ്മുടെ കേരളത്തിൻ്റെ ആപത്തെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് മുനിസിപ്പാലിറ്റിയോട് ചോദിക്കും. കാരണം മുനിസിപ്പാലിറ്റി സാറിന് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഈ കോമ്പൗണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനം നടക്കുകയാണ്, അതിനകത്ത് വെള്ളം അങ്ങോട്ട് പോകണമെന്ന് പറയാൻ മുനിസിപ്പാലിറ്റി ബാധ്യസ്ഥരാണ്. മുനിസിപ്പാലിറ്റിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നേരത്തെ കരാർ ഒക്കെ കൊടുക്കുന്നു, എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കുന്നു. ഇപ്പം എങ്ങനെയാണ് പുതിയൊരു സമ്പ്രദായം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്? അതെങ്ങനെയാണ്, വിജയകരമാണോ? അടിയന്തരമായി നടത്തേണ്ട വർക്കുകളെല്ലാം KSRTC നേരിട്ട് നടത്തുകയാണ്. സാധനം വാങ്ങാൻ ഇപ്പോൾ അതിനകത്തൊരു കള്ളത്തരമൊന്നുമില്ലല്ലോ. കാരണം സാധനം വാങ്ങിയാൽ ബില്ല് കിട്ടും, GST അടച്ച ബില്ല് കിട്ടും. പിന്നെ തൊഴിലാളികളെ നിർത്താനായിട്ട് നമ്മളവിടുത്തെ അവരെ വൗച്ചറുണ്ട്, GST അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് KSRTC നേരിട്ട് തന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ, ചെറിയ ചെറിയ വർക്കുകൾക്ക് വേണ്ടി മാസങ്ങളോളം ടെൻഡർ വിളിച്ച്, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വണ്ടി കഴുകാൻ വേണ്ടി 2 ഷെഡ് പണിയണമായിരുന്നു. തറ കോൺക്രീറ്റ് ആണ്. 38 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് കിട്ടിയത്. ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നേരിട്ട് ചെയ്യുമ്പോൾ 8 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. അത്രയും വ്യത്യാസമേ ഉള്ളൂ, ചെറിയ വ്യത്യാസം. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതായത് ഞങ്ങളൊരു കേരളം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം പദ്ധതി, ആ പദ്ധതിയിൽ KSRTC പങ്കാവുന്നുണ്ട്. ഞങ്ങൾ പങ്കാളിയായിക്കൊണ്ട് ബസ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ 10 ലക്ഷം ആളുകൾ ഒരു ദിവസം KSRTC ബസ് സ്റ്റേഷനുകളിലായി 93 സ്ഥലങ്ങളിലായി വരുന്നുവെന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. ആ 10 ലക്ഷം പേരും കാണുന്ന സ്ഥലത്തെ ഈ വൃത്തിഹീനത ഒഴിവാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് KSRTC CMDയും ജീവനക്കാരും. അപ്പോൾ അത് നമ്മളൊരു മാർച്ച് 31 ആ പദ്ധതി അവസാനിപ്പിക്കുന്നത് ഇതെല്ലാം വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പരമാവധി സ്ഥലങ്ങളിൽ ടോയ്ലറ്റുകളുടെ കുറവുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ടോയ്ലറ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ നല്ല വൃത്തിയുള്ളതും കഴുകി ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായ ടോയ്ലറ്റുകൾ പല സ്ഥലങ്ങളും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ നടപടികൾ ഞങ്ങൾ അതിൻ്റെ ഒരു രൂപകൽപ്പനയിലേക്ക് എത്തി മുന്നോട്ട് നീങ്ങും. KSRTC നേരിട്ട് തന്നെ ജീവനക്കാർ, അപ്പോൾ അതിൻ്റെ റൂഫ് വർക്കൊക്കെ ശരിക്കും ജീവനക്കാർ നന്നായി ചെയ്യും. അപ്പോൾ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരുവനന്തപുരത്തും ചെയ്യുന്നത്. മാക്സിമം ജീവനക്കാർ അവർ തന്നെയാണ് ചെയ്തത്. ശബരിമലയിലും നിലയ്ക്കലും റെക്കോർഡ് വേഗത്തിലാണ് KSRTC ജീവനക്കാർ അവർക്ക് ആവശ്യമുള്ളതും അയ്യപ്പന്മാർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയത് വെറും 5 ദിവസം കൊണ്ടാണ്. അപ്പോൾ KSRTCയിൽ വിദഗ്ധരായ മെക്കാനിക്കുകളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അവരെ പരമാവധി ഉപയോഗിക്കും. മനസ്സിലായി. ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ളൊരു സംശയം, ഈ KSRTC ബസ്സുകൾക്കൊക്കെ ഇൻഷുറൻസ് പരിധിയിലാണോ എന്നുള്ളത്, അത് സംബന്ധിച്ചുള്ളൊരു മറുപടി എന്താണ്? മിക്കവാറും വണ്ടികളെല്ലാം ഇൻഷുറൻസിലുണ്ട്. കുറച്ച് വണ്ടികൾ, ഈ ലോക്കൽ ബസ്സുകൾ പോലുള്ള ഇൻഷുറൻസിലില്ല. എന്നാലും വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇൻഷുറൻസ് ഇല്ലാതെയുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു അപകടം പരമാവധി KSRTC ഇപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടു ആലപ്പുഴയിലെ അതിദാരുണമായ അപകടം KSRTCയുടെ കുറ്റം കൊണ്ടല്ല. അത് തൊട്ട് മുമ്പിൽ പോയ കാറുകാരൻ ഡിം അടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ആ കുട്ടികളുടെ കണ്ണിലേക്ക് വല്ലാതെ ലൈറ്റ് അടിച്ച് കാണുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിമ്മും ലൈറ്റും അടിക്കാൻ ശ്രമിക്കുക. കാരണം അത് ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഡ്രൈവിങ്ങിന് ഒരുപാട് ഈ ലൈസൻസ് എടുക്കുമ്പോൾ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കിയിരിക്കണം. റോഡിൽ യാത്ര ചെയ്യുന്നവരും വണ്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ഡ്രൈവിംഗ് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഒരു വണ്ടിയുടെ വരവ് എങ്ങനെയാണ്, ഒരു വണ്ടി നിൽക്കുമോ, ഇന്ന ദൂരത്തിൽ നിന്ന് വന്നാൽ നിൽക്കുമോ എന്നൊക്കെ അറിഞ്ഞിരിക്കാനുള്ള ഒരു മിനിമം മെക്കാനിസം എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് ഞങ്ങളൊരു ആപ്പ് കൊണ്ടുവരുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്.
2 മാസത്തിനുള്ള ഒരു ആപ്പ് ഇറക്കും. ഈ ആപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ, റോഡ് ഉപയോഗിക്കുന്നവർക്കെല്ലാം, നടന്നു ഉപയോഗിക്കുന്നവർക്കും സൈക്കിളിൽ പോകുന്നവർക്കും കാറിൽ പോകുന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്പായിരിക്കും. ആ ആപ്പിനകത്ത് എക്സാമിനേഷൻസ് ഉണ്ടാവും. അതെല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. സംഭവം റെഡിയായി വരുന്നുണ്ട്. അത് ഇന്ത്യയിലെ നല്ല ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരാപ്പായിരിക്കും. നിലവിൽ KSRTC നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ അതെല്ലാം തരണം ചെയ്യാൻ കഴിയും എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പത്തനംതിട്ട KSRTC ടെർമിനലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.